ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയം നുറുങ്ങിയവനെ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവന് തളർത്തി അവൻ കൈവിടുകയില്ല. ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം. പിന്നെ നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കും, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ടത്, ഞാൻ നിന്നെ സഹായിക്കും. പിന്നെ ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാരുകൾ ഒടിച്ചു കളയുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് വളരെ ശക്തി തരുന്ന വചനങ്ങളാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവാതിരിക്കും, എനിക്ക് ടെൻഷൻ വരുമ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ഞാൻ ചൊല്ലാറുണ്ട്. അതും ഞാൻ ഒരു 10 തവണയെങ്കിലും ഒരു വചനം 10 തവണയെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കും, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ശക്തി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ എനിക്ക് പ്രാർത്ഥന കൊണ്ടുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു. കാരണം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന കൊണ്ട് കോൺഫിഡൻ്റ് ആവും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന എപ്പോഴും പെട്ടെന്ന് തന്നെ ദൈവം അതിലൊരു റിസൾട്ട് തരാറുണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ തുടങ്ങും. രാവിലെ എനിക്ക് ദൈവത്തെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം നന്നാവും, പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്ത വഴി ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ലൈഫിലൂടെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുണ്ട്. ഇനി ഒത്തിരി പറയാനുണ്ട്. എനിക്ക് എവിടെ തുടങ്ങണമെന്നോ നിർത്തണമെന്നോ അറിയില്ലായിരുന്നു. പക്ഷേ ഈ പറയാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ 2 വർഷമായിട്ട് പറയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ കാര്യം, ബ്രദറിന് എൻ്റെ ഇടയിലൊരു ചെറിയ ഷോൾഡർ പെയിനൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് വൈകിക്കുന്ന കാരണമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്തായാലും എനിക്കിവിടെ വന്ന് പറയാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം, ഇത്രയും നന്ദി.